എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഈ നിമിഷം വരെയുള്ള കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് താങ്ക്സ് ആണ് പറയാനുള്ളത്. അതായത് എനിക്ക് 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 10,856 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങളുടെ അടുത്താണ് എനിക്ക് നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. ആരെങ്കിലും ഫോൺ വിളിക്കും, ഇപ്പോൾ ഞങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കും, സംസാരിക്കാൻ അങ്ങ് വെക്കും. അല്ലാതെ വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. യൂട്യൂബിനെ കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കിയത് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, എന്നാലും എനിക്കൊരു 10-60% യൂട്യൂബിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. അതായത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വീഡിയോസ് ഇടണമെന്നുള്ളൊരു ത്വരയെന്നൊക്കെ പറയുമല്ലോ, ഒരു ആകാംക്ഷ. വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ നിങ്ങൾ കുറേ, അതായത് വീഡിയോസ് കുറച്ചുകൂടെ വീഡിയോസ് കുറച്ച് ചേഞ്ച് ആക്കണം, പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ കുറേ കമൻസൊക്കെ അയക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറേയൊക്കെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അതായത് പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ വീഡിയോസിൽ ഞാൻ ഇപ്പോൾ സ്പോട്ടിൽ തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. അതായത് ഇപ്പോൾ വീഡിയോസ് എഡിറ്റിങ് പഠിച്ചു. അത് ഞങ്ങൾക്ക് എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഒന്നും അറിഞ്ഞൂടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. അതായത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞങ്ങളുടെ വീഡിയോസിലുള്ള കുറച്ചൊക്കെ ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്ലാങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ വീഡിയോസ് ഒന്നും എടുക്കാറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ വായിട്ടൊന്നിനെയൊക്കെ വിളിച്ചങ്ങ് പറയും. അപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം, അതായത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സ്ലാങ്ങിലൊക്കെ സംസാര ശൈലിയിലൊക്കെ നല്ല രീതിയിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ, യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട, നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തംബ്നെയിലൊക്കെ കൊടുത്താണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയാലേ നമ്മുടെ ചാനലിൽ നമുക്ക് വരുമാന മാർഗം തുറന്നു വരത്തുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് $100 തികഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിൽ മാസം തോറുള്ള ഒരു വരുമാന മാർഗ്ഗമൊക്കെ നമുക്ക് തുറന്നു വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാതിരിക്കുന്നവരാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, ലോങ് വീഡിയോസ് കൂടുതൽ ഇടണം. നമ്മുടെ ചാനലിൽ ആഡ്സും കാര്യങ്ങളൊക്കെ വരും. അതുവഴിയാണ് നമുക്ക് വരുമാന മാർഗ്ഗം തുറന്നു വരുന്നത് ഗൈസ്. പിന്നെന്താ പറയണ്ടേ, അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. പിന്നെ 1-2 കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ തംബ്ലൈൻ കൊടുക്കണം കേട്ടോ. അതായത് തംബ്ലൈൻ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് തംബ്ലൈനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണാൻ സാധ്യത കൂടുതലാണ്. പിന്നെന്താ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. സ്പോട്ടിൽ അങ്ങ് പറയണോണ്ട് എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് അങ്ങനെ മിന്നി മാഞ്ഞൊക്കെ പോകുന്നുണ്ട് കൈ. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമുക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും തികഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗ്ഗം നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് തുറന്നു തരുന്നതായിരിക്കും. അപ്പോൾ 0യിൽ നിന്നും 10,856 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ താങ്ക്സ് പറയണം. നന്ദി സോ മച്ച്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.